ഇത് ഞാനിപ്പോൾ താമസിക്കുന്ന വീടാണ്. എൻ്റെ തറവാട് ഇവിടെ തന്നെയാണ് തറവാട്. അതുപോലെ തന്നെ ഇവിടെ ക്ഷേത്രക്കുളം, പെരുവനം മഹാദേവ ക്ഷേത്രം, പെരുവനം ഗ്രാമത്തിൻ്റെ ഗ്രാമക്ഷേത്രമാണ്. ഞങ്ങളുടെ എല്ലാം ഉപാസന മൂർത്തിയാണ് ഇരട്ടേപ്പൻ. ഇരട്ടേപ്പൻ്റെ അമ്പലം, അതുപോലെ മേക്കാവ് അമ്പലം, തായംകുളങ്ങര അമ്പലം, എല്ലാം പെരുവനം ഗ്രാമത്തിൻ്റെ പല ഭാഗത്തായിട്ട്. ഈ ഗ്രാമത്തിലാണ്, പെരുവനം അമ്പലത്തിലും പരിസരത്തിലും നടവഴിയിലാണ് എൻ്റെ കളിസ്ഥലവും അതെ, എൻ്റെ പ്രവർത്തന മണ്ഡലവും അതെ. എൻ്റെ എല്ലാം ഈ പെരുവനം നടവഴിയും പെരുവനം ഗ്രാമവും അതിനോട് ചേർന്നതാണ്. എൻ്റെ എല്ലാ ശ്രേയസ്സിനും എൻ്റെ പാത്രീഭൂതമായിട്ട്. ഇതാണ് എൻ്റെ അച്ഛൻ്റെ ജന്മഗൃഹം, പെരുവനത്ത് മാരാത്ത് ഇറയത്ത്. ഈ തിണ്ണയുമേ അച്ഛൻ ചെണ്ട കോർക്കുമ്പോഴും ഇടയ്ക്ക് കോർക്കുമ്പോഴും ചെണ്ടവട്ടം പിടിച്ചു കൊടുക്കാനും ജീവക്കോലി എടുത്തു കൊടുക്കാനും ഒക്കെ കുട്ടിക്കാലം മുതൽക്ക് ചെയ്യേണ്ട ആവശ്യം വന്ന്, അങ്ങനെ അന്ന് മുതൽക്ക് ചെണ്ടിയും ഇടയ്ക്കയും ആയി ഉള്ള ഒരു ബന്ധം അച്ഛനിലൂടെ വളർന്നതാണ് എൻ്റെ കലാജീവിതത്തിൻ്റെ തുടക്കം. അച്ഛൻ പെരുവനത്ത് മാരാത്ത് അതിപ്രഗത്ഭരായ മേളപ്രമാണിമാരുടെ ഒരു പിൻഗാമിയാണ്. അതിനു മുൻപ് പെരുവന നാരായണമാരാർ, പെരുവന ശങ്കുണ്ണിമാരാർ, അങ്ങനെ പലരും ജനിച്ച ഒരു പൂർവിക കുടുംബമാണ് പെരുവനത്ത് മാരാത്ത്. പൂരുമഹർഷി തപസ് ചെയ്തിരുന്ന കാട് പൂരുവനം എന്നാണ് ഈ പെരുവനത്തിൻ്റെ ശരിയായ പേര്. അത് പൂരുവനം ഇപ്പോൾ മാറി മാറി പെരുവനം എന്നായി. ചിലർ പെരുമനം എന്ന് പറയും, പെരുവനം എന്നാണ് ഇപ്പോൾ സാധാരണ അതിൻ്റെ യൂസേജ്. ഇവിടെ പെരുവന ആറാട്ടുപുഴ പൂരം ആണ് പെരുവനത്തിൻ്റെ എല്ലാ സംസ്കാരത്തിൻ്റെയും കലകളുടെയും ഉറവിടം. പരശുരാമൻ 64 ഗ്രാമമായിട്ട് കേരളത്തിൽ വിഭജിച്ചപ്പോൾ പ്രഥമ ഗ്രാമമായിട്ടാണ് പെരുവനം അറിയപ്പെടുന്നത്. പെരുവനത്തെ ഇരട്ടയപ്പൻ പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള പെരുവനം മഹാദേവ ക്ഷേത്രം ഗ്രാമക്ഷേത്രമാണ്. ഗ്രാമവാസികളെല്ലാം കൊല്ലത്തിലൊരിക്കലെങ്കിലും ഇവിടെ ദർശനത്തിന് വരണം എന്നാണ് ഐതിഹ്യം. അതുപോലെ തന്നെ പെരുവനാറാട്ടുപുഴ പൂരങ്ങളിൽ വരാത്തവർ ജീവിച്ചിരിക്കില്ല എന്നാണ് പണ്ടൊക്കെ കാണുക. അപ്പോൾ പെരുവനത്ത് ചേർപ്പിലെ അടിയന്തരക്കാരെ ചേർപ്പിൻ്റെ പ്രമാണം കൂട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഒരു റിസർവേഷനാണത്. അപ്പോൾ അച്ഛൻ്റെ അമ്മാവൻ പെരുവന നാരായണമാരാർ, അച്ഛൻ പെരുവന അപ്പുമാരാർ. അദ്ദേഹത്തിൻ്റെ കാലശേഷം എൻ്റെ അച്ഛൻ്റെ അനുജണ്ട് കൊച്ചുണ്ണിമാരാർ എന്ന് പറയുന്ന അനിയന്മാരാർ. അദ്ദേഹമാണ് പ്രമാണം. അദ്ദേഹം ആയുർവേദ വൈദ്യനാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ മേളം കൊട്ടുന്നതൊക്കെ ഇപ്പോൾ ഞാൻ തന്നെയാണ്. അപ്പോൾ അച്ഛന് മാത്രം ഈ പെരുവനത്ത് ഈ 4 പ്രധാന പൂരങ്ങൾക്കും മേളം പ്രമാണം കൊട്ടാൻ സാധിച്ചിട്ടുണ്ട്. ബാക്കിയൊരു ആർക്കും സാധിച്ചിട്ടില്ല. എൻ്റെ അച്ഛൻ പെരുവനം അപ്പുമാരാരാണ് എൻ്റെ ആദ്യ ഗുരുനാഥൻ. അദ്ദേഹത്തിൻ്റെ നേരെ താഴെയുള്ള സഹോദരനാണ് പെരുവനം കൊച്ചുണ്ണിമാരാർ. ഞാൻ കുഞ്ഞച്ചൻ എന്നാണ് വിളിക്കുക. കുഞ്ഞച്ചൻ എനിക്ക് അച്ഛന് തുല്യം തന്നെയാണ്. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ വളർച്ചയിൽ അച്ഛൻ ചെണ്ട കൊട്ടും ക്ഷേത്രത്തിൽ അടിയന്തരവും ആയിട്ട് നടക്കുമ്പോൾ വീട്ടിൽ ഭക്ഷണത്തിൻ്റെ പ്രശ്നമില്ല. ചോറ് വേണ്ടത് കിട്ടും. വീട്ടിൽ 3 നടം കഴിഞ്ഞ് ചോറ് ഉച്ചപൂജ കഴിഞ്ഞാൽ കൊണ്ടുവരും. ഭക്ഷണം ആ വക കാര്യങ്ങളിലൊക്കെ അച്ഛൻ, വീട്ടിലെ മാനേജ്മെൻറ്റ് മുഴുവൻ അച്ഛനാണ്. അതേസമയം ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഇപ്പോൾ സ്കൂളിൽ പഠിക്കണം, പുസ്തകം വേണം, അല്ലെങ്കിൽ ഫീസ് കൊടുക്കണം. ഇതൊക്കെ ഞങ്ങൾ അച്ഛനോട് ചോദിക്കില്ല. അതൊക്കെ കുഞ്ഞച്ഛൻ്റെ ആണ് ഡ്യൂട്ടി എന്നാണ് ഞങ്ങൾ കുട്ടിക്കാലത്ത് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഫീസ് കൊടുക്കാറായാൽ നേരെ കുഞ്ഞച്ഛൻ്റെ അടുക്കലേതില്ല. പുസ്തകം മേടിക്കണം, കുഞ്ഞച്ഛൻ മേടിച്ചു തരണം. അതുപോലെ ഡ്രസ്സ് വേണം, കുഞ്ഞച്ഛനോട് പറയുള്ളൂ, അച്ഛനോട് പറയില്ല. അത് അവർ തമ്മിലുള്ള അത്രയും സൗഹാർദ്ദ ബന്ധത്തിൻ്റെ പേരിൽ അങ്ങനെ നടന്നത്. അപ്പോൾ കുഞ്ഞച്ഛൻ ഞങ്ങൾക്ക് അച്ഛന് തുല്യമാണ്. കൊമരപുരത്ത് അപ്പുമാരാർ അതിപ്രഗത്ഭനായൊരു വാദ്യ വിദഗ്ധനായിരുന്നു. ചെണ്ടയിലും തിമലയിലും എന്ന് വേണ്ട ക്ഷേത്ര ചടങ്ങുകളിലൊക്കെ അപ്പുചേട്ടൻ്റെ പോലെ അത്ര വൈദഗ്ധ്യമുള്ള ഒരു വേറൊരാൾ ആ കാലത്തുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് എന്നെ പിന്നെ ചെണ്ടക്കൊട്ട് അഭ്യസിപ്പിച്ച അച്ഛൻ. അതും തായമ്പ അരങ്ങേറ്റമൊക്കെ കഴിച്ച് കുറേ കാലം അദ്ദേഹം കോമരപുരം ചെണ്ടയും അച്ഛൻ്റെയൊക്കെ കൂടെ എനിക്ക് കൊട്ടാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു.
അതിനുശേഷം എനിക്ക് കളിക്കൊട്ട് പഠിക്കണം എന്നൊരു മോഹം. എൻ്റെ അച്ഛൻ്റെ ഉറ്റമ സുഹൃത്താണ് ശ്രീനാരായണപുരം അപ്പുമാരാർ. അദ്ദേഹമാണ് എന്നെ കളിക്കൊട്ട് അഭ്യസിച്ചിട്ടുള്ള ആശാൻ. അപ്പോൾ അച്ഛൻ്റെ ഇടയ്ക്ക് ചെന്ന് പറഞ്ഞപ്പോൾ കലാനിലയത്തിൽ അന്ന് അദ്ദേഹം ചെണ്ട അധ്യാപകനാണ്. അപ്പോൾ അവിടെ പ്രൈവറ്റായിട്ട് പഠിപ്പിക്കാൻ ഉള്ള ഒരു സൗകര്യം കുറവാണ്. അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പെരുമഴത്തേക്ക് വരാം, അവിടെ ഇരുന്ന് പഠിപ്പിക്കാം. അപ്പോൾ വൈകുന്നേരം കലാനിലയത്തിലെ ഡ്യൂട്ടി കഴിഞ്ഞാൽ മഴയായാലും ഇരുട്ടായാലും ബസ്സിൽ ഊരകത്ത് വന്ന് ഇറങ്ങി നടന്ന് വീട്ടിൽ വന്ന് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് എന്നെ പഠിപ്പിച്ചത്. കുട്ടൻ്റെ കൂടെ അതൊരു കൗതുകമാണത്. ആ കൗതുകം കൊണ്ടപ്പോൾ ഞാൻ കുട്ടനെ പുകഴ്ത്തി പറയല്ല, നല്ലൊരു ഭാവി ഉണ്ടെന്ന് ഞാൻ അപ്പനോട് പറയും. തൻ്റെ മോൻ കേമനാവും എന്നിങ്ങനെ പറയാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പോൾ കൊടുങ്ങല്ലൂർ പറമ്പിക്കിളങ്ങരൊക്കെ കളിച്ച് വരുമ്പോൾ നമ്മുടെ മകനെ അപ്പോൾ താൻ എൻ്റെ മകനെ കഥകളിയോട്ട് പഠിപ്പിച്ചു എന്ന് പറഞ്ഞു. അതിനെന്താ വിഷമം, എന്നാൽ ഒരു ദിവസം അങ്ങോട്ട് കലാലയത്തിലേക്ക് പറഞ്ഞയച്ചോളൂ എന്ന് പറഞ്ഞു. കലാലയത്തിലേക്ക് വന്നു പറഞ്ഞു. അപ്പോൾ അവിടെ കുറച്ച് അസൗകര്യമുണ്ട്. എന്ന് വെച്ചാൽ അവിടെ പഠിക്കുന്ന കുട്ടികളെ ആ സമയങ്ങളിൽ പഠിപ്പിക്കണം. അപ്പോൾ പുറമേയുള്ള കുട്ടികളെ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുമ്പോൾ അത് വേണ്ട വിധി പഠിപ്പിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ കലാലയത്തിൽ കഴിഞ്ഞിട്ടേ ഇവർക്ക് പുറമേയുള്ളവർക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, കുട്ടാ ഒരു കാര്യം ചെയ്യൂ, ഞാൻ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞിട്ട് രാത്രി 8 മണിക്ക് അവിടുത്തെ രാത്രി ക്ലാസ് കഴിയും, പിന്നെ പെരുമഴത്ത് വരാമെന്ന് പറയും. അങ്ങനെ ഇവിടെ വന്നു. ഇവിടെ വന്ന് ഈ അടുക്കളയിൽ ഊണും കഴിക്കും. എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് അനിയൻ്റെ ഈ ചെറിയച്ഛൻ്റെ വീട് ഈ തൊട്ട് വടക്കിയതാണ്. ഇവിടെ വെച്ചിട്ട് രാത്രി ഒരു 2 മണി വരെ, ആ ഒരു 10 മണിക്കാണ് തുടങ്ങിയ ഒരു 2 മണി വരെ ഇങ്ങനെ ഒരു കൂട്ടുകാരനുണ്ട്, ജാതവേദന നമ്പൂരിയുണ്ട്. 2 പേരും ഡബിളായിട്ട് കേളി, പുറപ്പാട്, മേളപ്പദം ഇങ്ങനെ വിസ്തരിച്ച് അങ്ങോട്ട് ചിലപ്പോൾ ദേഷ്യപ്പെടാറുണ്ട്. ശരിക്കും അങ്ങോട്ട് എൻ്റെ മനസ്സിൽ കാണുന്ന കാര്യം ചെയ്തില്ലെങ്കിൽ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അത് അങ്ങോട്ട് നന്നായി. ഇതാണ് പെരുവനം മഹാദേവ ക്ഷേത്രം. സാക്ഷാൽ ഇരട്ടയപ്പൻ പ്രധാന പ്രതിഷ്ഠയും മാടത്തിലവൻ ഉപപ്രതിഷ്ഠയും ശ്രീപാർവതിയും ഗണപതി ദക്ഷിണാമൂർത്തി എല്ലാ പ്രതിഷ്ഠകളോടും കൂടിയ മഹാക്ഷേത്രമാണ്. പെരുവനത്തെ ഇരട്ടയപ്പൻ എന്ന് വെച്ചാൽ ശങ്കരനാരായണ സങ്കല്പം ആണ്. എൻ്റെ പേരും ശങ്കരനാരായണൻ എന്നാണ്. ഈ ക്ഷേത്രത്തിലെ അടിയന്തരമാരായ ചുമതല അച്ഛൻ്റെ കുടുംബത്തിനാണ്. അപ്പോൾ കൊച്ചുനാൾ മുതൽ ഇവിടെ ശംഖുളിക്കാനും പൂജ കൂട്ടാനും ഇവിടെ ക്ഷേത്ര അടിയന്തരങ്ങൾ നടത്താനും ഭാഗ്യം സിദ്ധിച്ച ആളാണ്. അതിൽ കൂടിയാണ് എൻ്റെ കലാജീവിതത്തിലേക്ക് തുടക്കം. ഈ പെരുവനം ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള തായംകുളങ്ങര ക്ഷേത്രത്തിലെ നിത്യശിവേലിക്ക് ചെണ്ട കൊട്ടാനും താളം പിടിക്കാനും മേളം കൊട്ടാനും അങ്ങനെയാണ് ഞാൻ ചെണ്ടമേള രംഗത്ത് വരുന്നത്. അങ്ങനെ അച്ഛൻ്റെ കൂടെ പെരുവനം ക്ഷേത്രത്തിലും തായംകുളങ്ങരയിലും ചേർപ്പിലും മേക്കാവിലും അടിയന്തരങ്ങൾക്ക് മേളം കൊട്ടാനും താളം പിടിക്കാനും പഠിച്ച് പിന്നെ ഇതുപോലെ മേക്കാവ് പറ പെരുവനം പൂരത്തിൽ ചേർപ്പിൻ്റെ പൂരത്തിന് മേളം കൊട്ടാനൊക്കെയാണ് തുടങ്ങിയത് ആദ്യകാലങ്ങളിൽ. അനേകം ക്ഷേത്രങ്ങളിൽ അച്ഛൻ്റെ കൂടെ മേളം കൊട്ടാൻ ഉള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ആ ഒരു പ്രവർത്തന പരിചയം പിൽക്കാലത്ത് തൃപ്പൂണിത്തുറ, എറണാകുളം, ഗുരുവായൂർ, പെരുവനാറോട്ടോട് പൂരങ്ങൾ, ഇരിഞ്ഞാലക്കുട ഉത്സവം, ഇതിനെല്ലാം മേളത്തിന് പ്രാധാന്യമുള്ള വേദികളിലൊക്കെ
പ്രമാണം വഹിക്കാനും തൃശ്ശൂർ പൂരം അടക്കമുള്ള മേളങ്ങളിൽ സാന്നിധ്യം വഹിക്കാനും എനിക്ക് ഇടവന്നത് സാക്ഷാൽ ഇരട്ടയപ്പൻ്റെ ഗുരുക്കന്മാരുടെ ഒക്കെ അനുഗ്രഹം മാത്രമാണ്.